കാർ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ടിക്കറ്റ് പർച്ചേസ് തന്നെയാണ് അല്ലേ. ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മളൊരു കാറ് വാങ്ങിക്കുന്നത്. കാറ് ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടെയാണ്. അപ്പം ഒരു കാറ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമൊബൈൽ എക്സ്പേർട്ട് ആണെങ്കിൽ പോലും കൺഫ്യൂസിങ് ആണ്. ഇപ്പം നമുക്ക് പല സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ വാഹനത്തെപ്പറ്റി നമുക്കറിയാം. എന്നിരുന്നാൽ പോലും പലപ്പോഴും കാറ് നല്ലതോ മോശമോ എന്നുള്ളതല്ല, നമുക്ക് എത്രത്തോളം യോജിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പലർക്കും സാധിക്കാതെ വരുന്നുണ്ട്. അത് കാറ് വാങ്ങിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്ക് സൂട്ടബിൾ അല്ല എന്നൊരു തോന്നൽ വരുന്നത്. അപ്പം നമ്മൾ വീലോസിറ്റിയിലൂടെ പുതിയൊരു സെഗ്മെൻറ്റ് ആരംഭിക്കുകയാണ്, യൂസർ റിവ്യൂ. യൂസർ റിവ്യൂ എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു യൂസർ റിവ്യൂ മാത്രമല്ല, റീസൺസ് ഫോർ പർച്ചേസ്. അപ്പോൾ ആ ഒരു പർച്ചേസ് പ്രോസസ്സൂടെ നമ്മൾ മനസ്സിലാക്കുവാണ്. അപ്പം ഒരു കാർ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഓണർ, റീസെൻറ്റ് ബയറിനെ നമ്മൾ മീറ്റ് ചെയ്യുമ്പം എന്തുകൊണ്ടാണ് ആ കാർ വാങ്ങിച്ചത്? ചിലപ്പോൾ അത് ഫസ്റ്റ് ടൈം ബയർ ആകാം, റീപ്ലേസ്മെൻ്റ് ആകാം, അഡീഷണൽ കാർ ആകാം, വാട്ട് എവർ ഇറ്റ് മേ ബി. അത് മനസ്സിലാക്കുന്നു. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കാറിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഫാക്ടേഴ്സ് കൺസിഡേർഡ് വൈൽ പർച്ചേസിങ് ദിസ് പർട്ടിക്കുലർ കാർ. പിന്നെ ഉള്ളത് സോഴ്സസ് ഓഫ് ഇൻഫർമേഷനാണ്. ഈ പറഞ്ഞ ഫാക്ടേഴ്സ് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട് അല്ലേ. യൂട്യൂബിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, ഫ്രണ്ട്സ് പറയുന്നു, എക്സ്പേർട്സിൻ്റെ റെക്കമെൻഡേഷൻ, അഡ്വർടൈസ്മെൻറ്റ്, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. ഇനി ഇത് രണ്ടും കൂടെ മാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. 2, 3, 4 കാർസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു ത്രൂ ടെസ്റ്റ് ഡ്രൈവ്സ് ആൻഡ് വാട്ട് എവർ മീൻസ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പം ഈ ഫൈനൽ ഡിസിഷൻ എടുത്ത കാറിന് ഒരു അപ്പർ എഡ്ജ് ഉണ്ടാവും. അപ്പം മറ്റ് കാർസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എന്താണ് ഇതിൻ്റെ ഒരു അപ്പർ എഡ്ജ്, അല്ലെങ്കിൽ മറ്റ് കാർസിന് എന്താണ് നമ്മുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കുക. യൂഷ്വലി 3 months to 1 year പഴക്കമുള്ള കാർസ് ആയിരിക്കും നമ്മൾ റിവ്യൂ ചെയ്യുക. അപ്പോൾ ആ ഒരു പർച്ചേസ് പ്രോസസ്സ് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ആ ഓവറോൾ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് മനസ്സിലാക്കുക. പിന്നെ ഓവറോൾ വെഹിക്കിൾ ക്വാളിറ്റി, പിന്നെ എന്താണ് അവരുടെ നീഡ് ഗ്യാപ്സ്, എന്തൊക്കെയാണ് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് അത്രയും നാൾക്കുള്ളിൽ മനസ്സിലാക്കാൻ പറ്റും. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. ഞാൻ ഈ MG വിൻസർ എടുത്തിട്ടിപ്പോൾ ഏകദേശം 9 മാസമായി. ഇതിൻ്റെ ഫസ്റ്റ് ഇറങ്ങിയ ആ വേർഷൻ്റെ മിഡിൽ വേരിയൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 12,500 കിലോമീറ്റേഴ്സ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇത് ഒരു അഡീഷണൽ പർച്ചേസ് ആയിരുന്നോ, റീപ്ലേസ്മെന്റ് വെഹിക്കിൾ ആയിരുന്നോ? എന്ന് വെച്ചാൽ എനിക്ക് 2 വെഹിക്കിൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നൊരു ഹോണ്ട സിറ്റി ആയിരുന്നു, അത് 15 years ആയി. അപ്പോൾ രജിസ്ട്രേഷൻ സമയമായപ്പോൾ ഞാൻ അത് ഡിസ്പോസ് ചെയ്തിട്ട് അതിന് പകരം എടുത്ത വണ്ടിയാണിത്. എനിക്കൊരു ചെറിയ ഓട്ടോമാറ്റിക് സെലേറിയോ ഉണ്ട്, വൈഫിന് വേണ്ടിയുള്ള വണ്ടിയാണ്. അപ്പോൾ അത് അവരാണത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ നോക്കിയത് എന്തായാലും എനിക്കൊരു പുതിയ വണ്ടി എടുക്കണമായിരുന്നു, പ്ലസ് സോളാറും ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു 15-16 lakhs ഉള്ളൊരു ആ റേഞ്ചിലുള്ള ഒരു ഐദർ ഒരു ഹോണ്ട സിറ്റി അല്ലെങ്കിൽ ഒരു ഹൈ റൈഡർ, ആ ലെവലാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് മനസ്സിൽ. അപ്പോൾ ഇങ്ങനെ എൻ്റെ 1-2 കൊളീഗ്സ് ഉണ്ട് വണ്ടിയുടെ കാര്യത്തിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്, വളരെ റിസർച്ചൊക്കെ ചെയ്ത് വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ അവർ 1-2 അഭിപ്രായം പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ഇലക്ട്രിക് വണ്ടി എടുത്തുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് കൺസിഡർ ചെയ്തു. അല്ലെങ്കിൽ ഞാൻ ഈ ഇലക്ട്രിക് വണ്ടിയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, കാരണം ബാറ്ററി റീപ്ലേസ്മെന്റ് ഒരു വലിയ കൺസേൺ ആയിരുന്നു. വണ്ടിയിൽ ഞാൻ ആദ്യം കൺസിഡർ ചെയ്തത് എക്കണോമിക് ആസ്പെക്ട് തന്നെയാണ്. കാരണം ഞാനതൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കണക്കാക്കുന്ന ഒരാളല്ല. ഒരു യൂട്ടിലിറ്റി പ്ലസ് അതിന് അത്യാവശ്യമുള്ള സേഫ്റ്റി റിക്വയർമെന്റ്സ് വേണം. പിന്നെ നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോഴുള്ളൊരു കംഫർട്ട് ആൻഡ് സേഫ്റ്റി ലെവൽ വേണം. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ആലോചിച്ചത്. പൊതുവേ ഒന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ പിന്നെ നമുക്ക് പ്രൊമിനൻ്റ് ആയിട്ടുള്ള 3 വെറൈറ്റീസ് കണ്ടത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സിട്രോൺ ആയിരുന്നു ഒന്ന്, പിന്നെ ടാറ്റ നെക്സൺ. അപ്പോൾ ഞാൻ ഇത് കൺസിഡർ ചെയ്തപ്പോൾ ലൈഫ് ടൈം വാറണ്ടി എന്നുള്ളൊരു പ്രൊവിഷൻ കണ്ടപ്പോഴാണ് ഞാൻ കൂടുതൽ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയത്, MG വിൻസറിലേക്ക്. പിന്നെ ടെക്നോളജി വൈസ് നോക്കിയാലും ഞാൻ മനസ്സിലാക്കിയത് വേൾഡിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള BYD ആണ്, ചൈനയുടെ. അത് കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന MG ഇലക്ട്രിക് വെഹിക്കിൾസിൽ വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു കമ്പനിയാണെന്ന് ഉള്ളൊരു ഐഡിയയും കൂടി ഇപ്പോൾ നമുക്ക് പല സോഴ്സിൽ നിന്നും കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ MGയിലേക്ക് തന്നെ ഒരു ഫോക്കസ് ചെയ്ത് ഈ വണ്ടിയിലേക്ക് പോയത്.
അപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ വണ്ടിയുടെ കംഫോർട്ട് ലെവലും വണ്ടിയുടെ ബാക്കിയുള്ള എന്താ പറയുക അതിൻ്റെ ഫെസിലിറ്റീസും അതിൻ്റെ ഓരോ ആഡ് ഓൺ ആയിട്ടുള്ള ടെക്നോളജീസും എല്ലാം വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. വിലയാണെങ്കിൽ ഒരു ഓൺ ദ റോഡ് എനിക്ക് വന്നത് 17.6 ആണ്. അത് ഓൾമോസ്റ്റ് 1 lakhിൻ്റെ അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നു. ക്യാമും സെറാമിക് കോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ എനിക്ക് സോളാർ ഉള്ളതുകൊണ്ട് എനിക്കൊരു എന്താ പറയുക ഇതിനൊരു റണ്ണിങ് കോസ്റ്റ് ഓൾമോസ്റ്റ് നില്ലാണ്. ഞാൻ ലോങ് ഡ്രൈവ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് പോവാത്ത കൊണ്ട് നിലവിലെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ മാത്രം ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി പുറത്ത് ചാർജ് ചെയ്തേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് 0 റണ്ണിങ് കോസ്റ്റിലാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് വളരെ കംഫർട്ടബിൾ ആണ്, വളരെ സ്പേഷ്യസ് ആണ്, വളരെ പെപ്പിയാണ്. നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഓവർടേക്കിങ്ങോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനൊക്കെ വളരെ വളരെ ഈസിയാണ്. ഏത് വണ്ടിയെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം ഹൈവേയിലൊക്കെ. പിന്നെ എന്താ പറയുക നമുക്ക് അതിനകത്തുള്ള ഫെസിലിറ്റീസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ കോസ്റ്റ്ലി വണ്ടികൾ മാത്രം കാണുന്ന പല ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. ഡോർസ് ഓട്ടോമാറ്റിക് ഓപ്പൺ, നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. അതുപോലെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഇറങ്ങിപ്പോയാൽ ഓഫ് ആയിക്കോളും. നമുക്ക് റിമോട്ടായിട്ട് ഇത് ഓപ്പൺ ചെയ്യുകയോ കൂൾ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരുമാതിരി ഇമാജിൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അത് ഈ വിലയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഒരു 17 lakhs ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ സേഫ്റ്റിയാണ്. വണ്ടിയുടെ സ്പേഷ്യസും വണ്ടിയുടെ സൈസും വെച്ചിട്ട് വളരെ സേഫാണ്. നമുക്ക് ഒരു എത്ര 130 ഒക്കെ പോയാൽ പോലും വണ്ടിക്ക് യാതൊരു ഡിസ്കംഫർട്ട്, ഞാൻ അത്രേ പോയിട്ടുള്ളൂ, അതിൽ കൂടുതൽ പോകാമായിരിക്കും, യാതൊരു ജെർക്കിങ്ങോ വൈബ്രേഷനോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ വണ്ടിയുടെ ഡെലിവറിയും എല്ലാം വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, ഒരു അൺവെയിൽമെൻറ്റ്, ഞാനും മിസ്സും കൂടി 2 സൈഡിൽ നിന്ന് അൺവെയിൽ ചെയ്തു. നമ്മൾ പുറത്തിറക്കുന്നതൊക്കെ ഒരു വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഇസ് ഗുഡ്. ഐ ക്യാൻ ഗീവ് 9 out of 10. ഒരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒരല്പം സ്ലോ ആണ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റൊക്കെ എടുക്കും അത് ഓണായി വരാൻ. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് നമ്മളൊരു ടൈറ്റ് സ്പോട്ടിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ 360 ക്യാമറ ഓൺ ചെയ്യണമെങ്കിൽ ഇത് ഓണായി വന്നാലേ ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഈ ORVM ഫോൾഡ് ചെയ്യണമെങ്കിൽ പോലും ഇതിൽ പോയി ഇതിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇതിങ്ങനെ ORVM ഫോൾഡ് ചെയ്താലേ ആവുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതൊന്നും ഓണായിട്ടുണ്ടാവില്ല. വണ്ടി എടുക്കാൻ പറ്റും, ഡ്രൈവ് മോഡിലിട്ട് വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ചെറിയ പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഒരു പോരായ്മ പറയാനുള്ളത് ഒരു ലാക്ക് ഓഫ് ഫിസിക്കൽ കൺട്രോൾസ്. ഇപ്പോൾ ഡോറ് ഫ്ലഷ് ഡോറാണ്. അപ്പോൾ അത് പക്ഷേ അതിനെന്തോ ഒരു മെക്കാനിസം ഉണ്ടെന്ന് പറയുന്നു. ഞാനത് അത്ര സ്റ്റഡീഡ് അല്ല. ഗ്ലാസ് ഏരിയ വളരെ ലാർജാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ ഭയങ്കരമായിട്ട് ചൂടടിക്കും. നമ്മളിപ്പോൾ വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ആ ചൂട് കുറേ നേരത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കും. അതൊരു പോരായ്മയാണ്. അപ്പോൾ നമുക്കതിന് കൂളിംഗ് ഫിലിം ഒട്ടിക്കാം, അതേ അതിനൊരു മാർഗ്ഗമുള്ളൂ. ഞാൻ ചെയ്തിട്ടില്ല, കാരണം ഞാനങ്ങനെ റെഗുലർലി നട്ടുച്ചയ്ക്കൊന്നും വണ്ടി ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ചെയ്യാത്തത്. ഇതിൻ്റെ ഒരു ബാക്കിലെ ഷോക്ക് അബ്സോർബർ അല്പം സ്റ്റിഫാണ്. നമുക്കത് ഈ എന്താ പറയുക ഹൊറിസോണ്ടൽ ഒരു ഷെയ്ക്കിങ് നമുക്ക് കൂടുതലായിട്ട് തോന്നും ബാക്കിൽ. അതൊരു കംപ്ലൈൻ്റ് ആണോ അവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഒരല്പം സ്റ്റിഫാണ്, നമുക്ക് ഫീൽ ചെയ്യും. കുഴിയിലൊക്കെ ചാടിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബാക്ക് കിടന്ന് ഇങ്ങനെ ഒരു ജെർക്കി എന്ന പോലെ ഫീൽ ചെയ്യും. അതൊരു ഡ്രോബാക്കാണ്. പിന്നെ എൻജിൻ നോയ്സ് ഇല്ലാത്ത കൊണ്ടായിരിക്കാം ടയർ നോയ്സ് നമുക്ക് കുറച്ച് നോട്ടീസ് ചെയ്യും. നമ്മൾ നല്ല സ്മൂത്ത് റോഡാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഒരല്പം റഫ് റോഡാണെങ്കിൽ നമുക്ക് ടയർ നോയ്സ് ഫീൽ ചെയ്യും. പക്ഷേ അത് വേറൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, കാരണം അതിൽ എൻജിൻ നോയ്സ് കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഡിപ്പെൻസ് ഓൺ ദ യൂസേജ്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി ഒരു ലോങ് ടൈം എന്നുള്ള ഉപയോഗത്തിലാണ് എടുത്തത്. അതുകൊണ്ട് ഇലക്ട്രിക് വണ്ടി തന്നെ ആവുമോ എന്ന് എനിക്ക്, കാരണം അപ്പോഴത്തേക്കുള്ള ടെക്നോളജി ഇവോൾവ്മെൻറ്റ് വരുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് എനിക്കിപ്പോൾ അതൊരു പറയാനൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ ആസ് ഓഫ് നൗ എനിക്ക് ലോങ് ഡ്രൈവ് റിക്വയർമെൻറ്റ്സ് കുറവായതുകൊണ്ട് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. ഇത് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ വെക്കുമ്പോൾ ഒരു ബുൾ ഗാർഡ്, അത് ഷോറൂമിലെ സെയിൽസ്മാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു വണ്ടിക്ക് ബാക്കിൽ വന്ന് ഇടിച്ച് ഭയങ്കര ഡാമേജ് ആയി എന്ന് പറഞ്ഞ് പിടിപ്പിച്ചോളാൻ പറഞ്ഞു. പിടിപ്പിച്ചു, പക്ഷെ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. വേറെ വണ്ടിക്കൊന്നും കണ്ടിട്ടില്ല. പിന്നെ പിടിപ്പിച്ചതല്ലേ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം നമുക്ക് അത്ര പരിചയമില്ലാത്തവർ ഓടിക്കുമ്പോൾ ഒരു ഉപകാരപ്പെടുമായിരിക്കും. വേറൊരു കംപ്ലൈൻറ്റ് വെച്ചാൽ ഡാഷ് കാം നമ്മൾ അഡീഷണൽ പിടിപ്പിച്ചതാണ്. ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് ഇവരുടെ ആന്റിനയാണ് ഇതിനകത്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഡാഷ് ക്യാമിന്റെ ക്യാമറ ഇവർ ഇൻബിൽട്ട് ആയിട്ട് വെച്ചിരുന്നെങ്കിൽ ഇതിനകത്ത് വെക്കാമായിരുന്നു, നല്ല ഭംഗിയായിട്ടിരുന്നേനെ. ഫ്രണ്ടിലാണെങ്കിലും നമ്മളിപ്പോൾ അഡീഷണൽ പിടിപ്പിച്ചതിൻ്റെ ഒരു
ഒരു ഏച്ചുകെട്ടെന്ന് പറയില്ലേ മലയാളത്തിൽ, അതുപോലെ ഒരു സംഭവമായിട്ട് ഇപ്പൊ അത് കാണുന്നത്. അത് ശരിക്കും കമ്പനിക്ക് ഇൻബിൽട്ട് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു. ഇത്രയും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ട് വണ്ടി ഇറക്കുമ്പോൾ ഒരു ഡാഷ് ക്യാം ഒക്കെ അവർക്ക് ഇൻബിൽട്ട് ആയിട്ട് ചെയ്താൽ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇതിന് കൂടെ ബ്ലെൻഡഡ് ആയിട്ട് തന്നെ ഇറക്കാമായിരുന്നു. അങ്ങനെ ഒരു 2 കാര്യങ്ങൾ കൂടി ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഇതൊരു യൂസർ റിവ്യൂ ആയിരുന്നു, പർച്ചേസ് പ്രോസസ്സും കൂടെ കൂട്ടി. ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്കൊരു 3 months to 1 year പഴക്കമുള്ള വെഹിക്കിൾ ഉണ്ട് എങ്കിൽ വീലോസിറ്റിയിൽ ഫീച്ചർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.